മീനാക്ഷി ഷോ എനിക്ക് പറയാണ്ട് തന്നെ മനസ്സ് കണ്ടറിഞ്ഞു. ഇഷ്ടമായോ? ഇത് നല്ല രസമുണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കായിരുന്നു. എനിക്ക് സാറെടുത്ത് തന്നാണ്. ഇത് നമ്മുടെ സാറ് സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പൊ എനിക്കും ഇതും ഇഷ്ടമായി. ഇത് ഇഷ്ടായി. എടുത്തോളൂ. എനിക്ക് ഈ ടീഷർട്ടൊക്കെ ഇട്ടപ്പോഴേ എനിക്ക് നമ്മുടെ ലാസ്റ്റത്തെ രംഗം ഓർമ്മ വരും. മാലയൊക്കെ അടിച്ചു പിടിച്ചിട്ട്. അപ്പൊ എന്തായാലും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണ്ടേ? ചേഞ്ച് ചെയ്തിട്ട് lots of happiness. നമ്മുടെ സ്വന്തം സഹുനം. അപ്പൊ ഇനി നമ്മള് നേരെ ചാനലിലേക്ക് അല്ലേ? ഓക്കെ. പൊതുവെ ഇങ്ങനെയാണോ ഫുൾ ടൈം ഫോണില്? അങ്ങനെയല്ല. ഇത് ഇപ്പൊ ഈ പടം കണ്ടിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വിളിക്കണമുണ്ട്. അതുകൊണ്ട് സ്ഥിരമായിട്ട് വിളിക്കണ പലർക്കും വിളിക്കുമ്പോ കിട്ടാറില്ലല്ലോ അല്ലേ? അത് കാരണം പിന്നെ കംപ്ലൈന്റ്സ് ആയി നിന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല. വാട്സാപ്പ് ഒന്നും നോക്കാൻ നേരം ഉണ്ടാവില്ലേ? വാട്സാപ്പിൽ എനിക്ക് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോഴും പറയുന്നുണ്ട് പരാതി. വാട്സാപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചിരുന്നില്ല എന്നിട്ട്. പക്ഷെ അത് നോക്കല് നടക്കില്ല. എല്ലാവർക്കും ഉള്ള ഒരു പരസ്യമായിട്ടുള്ള ഒരു മാപ്പ് പറച്ചിലാണ്. സോറി, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറെ 1000-700 മെസ്സേജ് ഒക്കെ വന്ന് കിടപ്പുണ്ടാവും. ഇത് ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്തതിൽ നിന്ന് ഇങ്ങനെ പരാതി വന്നിട്ടുണ്ടാവും. എൻ്റെ മെസ്സേജ് നോക്കിയില്ല, എനിക്ക് റിപ്ലൈ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? സാവധാനം സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട്, എല്ലാവർക്കും റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അല്ലേ? ഇപ്പം നമ്മുടെ ഈ പരിപാടി കണ്ടു കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിക്കോളും. ഇത്രയും എന്താ പറയുക, നിന്ന് തിരിയാൻ നേരമില്ലാണ്ട് നടക്കുകയാണ്. അപ്പം എല്ലാവരും ഏകദേശം മനസ്സിലാക്കിക്കോളും അല്ലേ? അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് സഹുവിനെ ഒന്ന് തിരക്കിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നമ്മുടെ വിഷ്ണുവായിട്ട് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കിടക്കാം. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എൻട്രി? മിമിക്രി ചെറുപ്പം തുടങ്ങി പരിപാടികളിലുണ്ട്. എനിക്ക് സംസ്ഥാന യുവജനോത്സവത്തിൽ മിമിക്രിക്ക് ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവലിൽ 1ാം സമ്മാനമൊക്കെ കിട്ടി. അന്നാണ് ആദ്യമായിട്ട് പത്രത്തിൽ ഫോട്ടോ. അന്ന് ഞാനൊക്കെ ചെയ്യുമ്പോൾ ഒരു തീമായിട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും വരും. അതിൽ സ്റ്റാറുകളുടെ ശബ്ദം മാത്രമല്ല, ഒരു തീം ഉണ്ടാവും. അതിൽ എല്ലാ ശബ്ദങ്ങളും മാക്സിമം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോയിസുകൾ അതിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്യുക. അങ്ങനെ ആണ് ഒരു തീമായിരുന്നു അന്ന് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് അതിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഇങ്ങനെ പത്രത്തിൽ ഫോട്ടോ വയ്ക്കുന്നത്. ആ സമയത്താണ് എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായി. അപ്പോൾ അതിൽ നിഷാദ് ഖാൻ എന്ന് പറഞ്ഞ അതിൻ്റെ സിബി മലയിൽ സാറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നെ വിളിക്കുകയായിരുന്നു. അവിടെ ഇവിടെ ഡയറക്ടറെ പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചത്. അവിടെ ചെന്നപ്പോൾ സിബി സാറിനെ ഇങ്ങനെ ജസ്റ്റ് കണ്ടുള്ളൂ. പുള്ളി അവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജയിലിൻ്റെ സീനാണ്, ദുർഗുണ പരിഹാര പാഠശാല. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ എന്നെ പിടിച്ച് നിർത്തി, മുടിയൊക്കെ പറ്റ ഇട്ടിട്ട്. എന്നിട്ട് ഒരു ഡയലോഗുള്ളൊരു സീൻ വന്നു കഴിഞ്ഞപ്പോൾ സിബി സാർ വന്നിട്ട് ചോദിച്ചു, ഇതിൽ ആരാണ് ഡയലോഗ് പറയണതെന്ന് ചോദിച്ചു. ഈ നിഷാദേട്ടന് ഓടി എൻ്റെ അടുത്ത് വന്നിട്ടാണ് നീ പറഞ്ഞോളൂ ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറയാം ഡയലോഗ് പറഞ്ഞത്. ഒരു റിഹേഴ്സൽ നോക്കി. അപ്പോൾ ആ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അപ്പോൾ സിബി മലയിൽ സാർ അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് എനിക്കൊരു ഷെയ്ക്കാൻ്റെ തന്നു. അപ്പോൾ ആ ക്രൂ മൊത്തം കൈയടിച്ചു. ക്ലാസ് കിട്ടിയ അപ്പം നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പോലെ സിബി മലയിൽ സാറാണല്ലോ വന്നിട്ട് ഷെയ്ക്കാൻ്റെ തന്നത്. പിന്നെ ആ സിനിമയിലുള്ള കുറേ സീനുകൾ എന്നെ ഉൾപ്പെടുത്തി. ഇങ്ങനെ എന്താണ് കുഞ്ചു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പോലെ അതിൽ എല്ലാ ജയിലിൽ വരുമ്പോൾ കാളിദാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണതൊക്കെ ഞാനാണ് സലിംകുമാറിൻ്റെ അടുത്ത്. അങ്ങനെ പിന്നെ അതിന് ശേഷം സിബി സാറിൻ്റെ അമൃതം എന്ന് പറഞ്ഞ പടത്തിലൊരു നല്ല ത്രൂട്ടുള്ളൊരു റോള്, നന്ദക്കേട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതിനുശേഷം പിന്നെ മായാവി, പളുങ്ക്, കഥ പറയുമ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ഒരുപാട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ശരിക്കും സഹു തന്നെയാണല്ലേ? പിന്നെ തീർച്ചയായിട്ടും മലയാളികളെല്ലാവരും ഇപ്പം ഏറ്റെടുത്ത് പറയുന്നൊരു കാര്യമാണ്. കട്ടപ്പനയിലെ മാത്രമല്ല, ഞങ്ങളുടെ മലയാളികളുടെ മൊത്തം ഹൃതിക് റോഷനാണ്. ശരിക്കും ആ സീനിൽ നമ്മൾ ഫിലിം കാണുമ്പോൾ സീനിൽ വൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വരും, ആ പോസ്റ്ററിലേക്കൊക്കെ നോക്കി നിൽക്കുന്നത് ഏകദേശം ഒരു നല്ല സാമ്യമുണ്ട്. ഇപ്പോഴും ഞാൻ നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോഴേ ശ്രദ്ധിച്ചേ, ഇപ്പം അവിടെ സ്റ്റേഡിയത്തിന്റെ അവിടെ പോസ്റ്റർ, പുലിമുരുകന്റെ പോസ്റ്ററും നമ്മുടെ അതിന്റെ പോസ്റ്ററും അടുത്തടുത്ത്. എന്റെ ദൈവമേ, ലാലേട്ടന്റെ പോസ്റ്റർ ഒട്ടിച്ച് ക്ലബില് കേറിയന്റെ പോസ്റ്ററിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ
കട്ടപ്പനയിലെ ഋത്തിക് റോഷന്റെ പോസ്റ്ററാണ്. അതിൽ ആ ഡിസൈനിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മുടെ ഫിലിമിന്റെ വിഷ്ണു ചേട്ടൻ്റെ തന്നെ ഒരു ഫേസിന്റെ. അതെ, അത് ചെയ്തത് ജോൺ കെ പോൾ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളി സലീം അഹമ്മദ് ഖയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞങ്ങൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളി മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആളാണ് ആ നമ്മുടെ ആ ഇത് ഡിസൈൻ ചെയ്തേക്കണേ, കണ്ണടയിൽ എഴുതുന്ന പോലത്തെ സംഭവം. ഇപ്പം ആദ്യത്തെ സിനിമ അമർ അക്ബർ അന്തോണി, രണ്ടാമത്തെ സിനിമ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, രണ്ടും നാദിർ ഷേഖയുടെ കൂടെ. നാദിർ ഷേഖ തന്നെ ഡയറക്റ്റ് ചെയ്ത്. എങ്ങനെയാണ് നാദിർ ഷേഖായിട്ടുള്ള ഒരു കോമ്പിനേഷൻ? ഇക്ക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ചേട്ടനെ പോലെയാണ്. ഇക്കയും ഞങ്ങളും തമ്മിലുള്ള നല്ല റാപ്പും ഉണ്ട്. നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇക്കക്ക് കാര്യം മനസ്സിലാവും. അതേപോലെ ഇക്ക നമ്മളോടൊന്നും പറയണ്ട, ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും ഇക്ക എന്താ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇക്കയുടെ ആദ്യ സിനിമയും ഞങ്ങളുടെ ആദ്യ സിനിമയും അമർ അക്ബർ അന്തോണി ആയിരുന്നല്ലോ. അപ്പോൾ തുടക്കക്കാരായിരുന്നുകൊണ്ട് തന്നെ അന്ന് തുടങ്ങി ഞങ്ങളുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്താണ്. പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഈ ഒരു ഉള്ളിലൊരു തിരക്കഥാകൃത്തുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ഇൻസിഡന്റിലാണോ തോന്നിയത്, അതോ ആരെങ്കിലും പറഞ്ഞോ നിനക്ക് എഴുതാൻ പറ്റും, അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് വന്നാണോ? അതോ അങ്ങനെയല്ല, ഞങ്ങൾക്ക് അഭിനയിക്കാനായിട്ട് വേറെ ആരും എന്തായാലും നായകന്മാരൊന്നും ആക്കിയിട്ട് എഴുതാൻ പോണില്ല. പിന്നെ നമുക്ക് തന്നെ എഴുതടാ. പക്ഷേ എഴുത്തിലൊരു എന്താ പറയാ, പേന നല്ലൊരു രാശിയായല്ലേ. ബിബിൻ നേരത്തെ തുടങ്ങി എഴുതണം. അവൻ ചാനൽ പ്രോഗ്രാംസിന് വേണ്ടി എഴുതുന്നുണ്ട്. അപ്പം ഞാൻ അതിന് മുമ്പ് പ്രോഗ്രാംസിനൊന്നും വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് സ്കിറ്റുകൾക്ക് വേണ്ടിയിട്ടും സ്റ്റേജ് ഷോക്ക് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നുണ്ട്. ഇപ്പോൾ സിനിമ എന്നൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സിനിമയിൽ എനിക്കാണുള്ള പരിചയം കൂടുതൽ. ഞാൻ ചെറുപ്പം തുടങ്ങി കുറേ സിനിമകളിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് എഴുതാൻ തുടങ്ങിയത്. അതൊക്കെ അതേപടി തന്നെ ഋതിക് റോഷനിലും വന്നിട്ടുണ്ട്. കുറെയൊക്കെ ചെറുപ്പം മുതൽക്കേ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽക്കേ അഭിനയം കുറെയൊക്കെ ലൈഫിനെ അങ്ങനെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ ഈ അമർ അക്ബർ അന്തോണിയിലും ഈ കട്ടപ്പനയിലെ ഋതിക് റോഷനിലും പല സീക്വൻസുകളായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഹാസ്യരൂപേണ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലതേ ഉള്ളൂ. കാരണം ലൈഫ് നമുക്ക് കാണുമ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. ഇപ്പം കൊച്ചി ബോൺ ആൻഡ് ബോട്ട് അപ്പ് കൊച്ചിയാണ്. അപ്പം എങ്ങനെ കട്ടപ്പനയിലേക്ക് എത്തി? കട്ടപ്പന എന്നുള്ളത് നമ്മുടെ ആദ്യം സ്ക്രിപ്റ്റ് ചെയ്യാനിരിക്കുമ്പോൾ തുടങ്ങി നമ്മുടെ മനസ്സിൽ ഇപ്പം ആദ്യം ചെയ്ത സിനിമ അമർ അക്ബർ അന്തോണി. അത് കൊച്ചിയിൽ നടക്കുന്ന ഒരു കഥയാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ വെച്ചിട്ടുള്ളൊരു കഥയാണ്. പിന്നെ അടുത്ത സിനിമയാട്ടോ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലൊരു എക്സ്പെക്ടേഷൻ വന്നു. അതെ അതെ, ആളുകൾ പേടിപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്തെ സിനിമയിലാണ് എല്ലാം ഇരിക്കണം, അതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുകയും ചെയ്യും. ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ധാരണ ഉണ്ട്, ആദ്യ സിനിമയിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കണം അടുത്ത സിനിമ എന്ന്. അപ്പോൾ എല്ലാം ഒന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടി ബോധപൂർവം ഇതെന്തായാലും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ കഥ പറയേണ്ടതെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഒരു കഥാപശ്ചാത്തലം മാറ്റി കഥാപാത്രങ്ങളുടെ സ്വഭാവം, വേറെ സ്വഭാവ ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾ അങ്ങനെയൊക്കെ വേണമെന്ന് തീരുമാനിച്ചിട്ട് ചെയ്തതാണ്. അതിൽ കട്ടപ്പന യാദൃശ്യമായിട്ട് പിന്നീട് കടന്നു വന്നതാണ്. അപ്പോൾ ഇങ്ങനെ കട്ടപ്പനയിൽ പോയി അവിടുത്തെ നാട്ടുകാരൊക്കെ ആയിട്ട് മിങ്കിൾ പോയിരുന്നു. ഞങ്ങൾ സീൻ ഓർഡറൊക്കെ എഴുതിയതിന് ശേഷം കട്ടപ്പനയിൽ പോയി. ഈ കട്ടപ്പനവൽക്കരണം നടത്തണമല്ലോ സ്ക്രിപ്റ്റിൽ, അതിനുവേണ്ടി കട്ടപ്പനയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഒരു സുഹൃത്ത് വഴി അവിടെ ഞങ്ങൾ പോയി. അവിടെ എന്താണ്, പിന്നെ എൻ്റെ ഒരു മഞ്ജു എന്ന് പറഞ്ഞൊരു ചേച്ചി, അനീഷ് ചേട്ടൻ, അവരുടെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയി. അവരുടെ അച്ഛൻ ഞങ്ങൾക്ക് അടിപൊളി ഭക്ഷണം കുക്ക് ചെയ്ത് തന്ന് അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കൊണ്ടേ കാണിച്ചു. അവിടെ നാട്ടുകാരുമായിട്ടും ഒക്കെ നല്ല പരിചയം. അപ്പോൾ നമ്മുടെ ലൈഫിൽ ആ സിനിമയിൽ ഒരുപാട് ലൈഫായിട്ട് സിമിലാരിറ്റീസ് ഉണ്ടല്ലോ. ജീവിതത്തിലെ ദാസപ്പൻ ആരാ? ജീവിതത്തിലെ ദാസപ്പൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാനും ബിബിനും ഒരുമിച്ചാണ് എഴുതുന്നത്. ഞങ്ങളെല്ലായിടത്തും ഒരുമിച്ചാണ് പോണത്. അപ്പോൾ പൊതുവേ ദാസപ്പൻ ബിബിൻ തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ചങ്ക് പറിച്ച് തന്നെ കൂട്ടുകാരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയണത് ബിബിനായതുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് വരുന്നുണ്ട്. ബിബിനും ഞാനും കൂടി ഇരിക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് ജീവിതത്തിലെ ദാസപ്പൻ ഇതെന്ന് പറഞ്ഞിട്ട്, അവൻ്റെ ദാസപ്പൻ ഞാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അടുത്തറിയണവർക്കറിയാം ഞങ്ങളുടെ സൗഹൃദ വലയത്തിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ചങ്ക് പറിച്ച് തന്നെ കൂട്ടുകാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും. കുറേ ദാസപ്പന്മാരുണ്ട്. അതെ, അതിൽ ഒട്ടുമിക്ക ആളുകളെ കുഞ്ഞു കുഞ്ഞു സീനുകളിൽ നമ്മുടെ സിനിമകളിൽ കാണുകയും ചെയ്യാം. എല്ലാവരും അഭിനയിക്കാൻ വേണ്ടി ചെറുപ്പം തുടങ്ങി ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആവുന്ന രീതിയിൽ ചെറിയ സീനുകളിലാണ് ഇപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ വൈറ്റിലെത്തി. നമ്മളിപ്പം തൃപ്പൂണിത്തറ അല്ലേ പോണത്? പിറവത്തേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മണിക്കൂറാണ് നമുക്ക് വണ്ടിയിൽ
നമ്മുടെ വിഷ്ണു ചേട്ടനെ ഒന്ന് ഫ്രീ ആയി കിട്ടി. അപ്പം ഇപ്പോൾ വൈറ്റിലെത്തിയപ്പോൾ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാം ഫുഡിന് വേണ്ടി എന്നുള്ള ആലോചനയിലാണ്. ഇനി നമ്മൾ കുറച്ചൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. ബ്ലോക്കുകളൊക്കെ താണ്ടി നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ വിളി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഫോണൊക്കെ ഇപ്പൊ തിരിച്ചു വെച്ചേക്ക കോൾസ് വന്നാൽ കാണാതിരിക്കാൻ വേണ്ടി. ഇവിടെ ഒരാൾക്ക് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഭയങ്കര പങ്ക്ച്വാലിറ്റി കീപ്പ് അപ്പ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു പിഷാരടിച്ചേട്ടനും ഈ കാര്യത്തിൽ ഏകദേശം സെയിം ആണല്ലേ? ഭയങ്കര പങ്ക്ച്വൽ ആണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഷോയ്ക്ക് പോകണമല്ലോ, ഒരു ജയറാം ഷോ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് ഞങ്ങൾ യുഎസിലൊരു ഷോ ഒക്കെ പോയിരുന്നു. അതാണോ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഒരുമിച്ച് ചെയ്തൊരു ചെയിൻ പോലെ ചെയ്തു? അതെ അതെ അതെ. ഇപ്പോൾ ഒരുപാട് സിനിമയെ ഒരുപാട് ആഗ്രഹിച്ച് സിനിമയിലാവണം എൻ്റെ ഭാവി എന്ന് ഉള്ളിൽ കൊണ്ട് നടത്തുന്ന 2-3 വ്യക്തികളാണല്ലോ ബിബിൻ ചേട്ടനും ഒക്കെ. അപ്പം ആദ്യമായിട്ട് പോസ്റ്ററിൽ നമ്മുടെ ഫിലിം പ്രൊമോഷൻ പോസ്റ്റേഴ്സിലൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ പോസ്റ്റർ എവിടെയാണ് കണ്ടത്? അത് ഞങ്ങൾ അമർ അക്ബർ അന്തോണിയുടെ പോസ്റ്റർ വന്നപ്പോൾ തന്നെ അതിൽ നമ്മളുടെ പേരിങ്ങനെ ഉണ്ടല്ലോ ബോൾഡായിട്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അത് ആദ്യമായിട്ട് എറണാകുളം നഗരത്തിലെ ഒരു വലിയ പോസ്റ്ററിൽ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ഞാനും ബിബിനും കൂടി അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് രണ്ടുപേരും കൂടി അപ്പുറം ഇപ്പുറം നിന്ന് നടുക്ക് ഈ പോസ്റ്ററുമായിട്ടൊരു സെൽഫി എടുത്തിട്ട് ഒരു സെൽഫി എടുത്തിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്തായിരുന്നു. സ്വപ്നം കണ്ടത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പം അതിന് ശേഷമാണ് നമ്മുടെ കട്ടപ്പന വരുന്നതും. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നൊരു പേടിയാണ്, എൻ്റെ മുഖം വെച്ചിട്ടൊരു പോസ്റ്റർ വന്നിട്ട് ആളുകൾ ഇത് കണ്ടിട്ട് ഇതൊക്കെ പോയി കാണാൻ വല്ല പ്രാന്ത് അങ്ങനെ ചിന്തിക്കുക എന്നുള്ള പേടി എന്നെ ഭയങ്കരമായിട്ട് ഒലച്ചിരുന്നതാണ്. പക്ഷേ നാദർഷയ്ക്ക് ഒരു ടാഗ് ലൈൻ പറഞ്ഞ സിനിമയ്ക്ക്, കുറവുകൾ കൂടുതലുള്ളവൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട്, ആ ഒരു ടാഗ് ലൈൻ നമുക്ക് ഇടാമെന്ന് ഇക്ക പറയുന്നിടത്ത് ആ പേടിയൊക്കെ മാറി. കുറവുകൾ കൂടുതലുള്ളവൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാലും അത് ഓക്കെയാണ്. അല്ല, ഇപ്പം നമ്മൾ സാധാരണ ഒരാളുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുറവുകൾ തന്നെയാണ്. നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളൊരു അതിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മുടെ ലൈഫിൻ്റെ സക്സസ് ഇരിക്കുന്നത്. ഇപ്പോൾ ഏത് മനുഷ്യനായാലും പുറമേ നിന്ന് ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലക്സ് കൊണ്ട് നടക്കുന്നവരാണ് ഓരോ മനുഷ്യരും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ സിനിമ എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ സ്വയം ഒരു കോംപ്ലക്സ് ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. ഈ സിനിമയിലും നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യം അതാണ്. പക്ഷേ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ചുറ്റുമുള്ള സന്തോഷമൊന്നും കാണില്ല. അങ്ങനെ ചുറ്റുമുള്ള സന്തോഷങ്ങളും കൂടി കാണാനും എൻജോയ് ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സന്തോഷകരമായ ജീവിതം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം. ഇപ്പോൾ പണ്ടത്തെ ഫ്രണ്ട്സ്, ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു യാത്രയിൽ തന്നെ ഒരുപാട് കോൾസ് നമ്മൾ കണ്ടു അല്ലേ? അപ്പം ആ ഒരു കോൾസൊക്കെ ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ വിളിച്ച് അവർക്കൊക്കെ ഭയങ്കര അഭിമാനം. ഇപ്പം എനിക്ക് തോന്നുന്നു ഫിലിം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ മൊത്തം ചേട്ടനുമായിട്ടുള്ള സെൽഫീസ് ആയിരുന്നു എല്ലാവരുടെയും. എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ചേട്ടൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കാൻ ആ ഒരു മുഖത്തൊരു സന്തോഷവും അഭിമാനവും ആ ഒരു സുഹൃത്തുക്കളെ അത്രയും വാല്യൂ കൊടുക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിന് വാല്യൂ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞു എല്ലാവരും സുഹൃത്തുക്കളാണ്, ഒരുപാട് ദാസപ്പന്മാരുണ്ട് ലൈഫിൽ. അപ്പം എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട്? എങ്ങനെയാണ് അവരൊക്കെ ആജീവനാന്ത സപ്പോർട്ടുകളാണ്. അത് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാ സുഹൃത്തുക്കളും അങ്ങനെ അത്രയും ആത്മാർത്ഥ സ്നേഹമുള്ളവരാണ്. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്.
പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകളെ സംബന്ധിച്ചിടത്തോളേ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണല്ലോ. സാധാരണക്കാരൻ്റെ കഥയാണ് ഞങ്ങളുടെ സിനിമ പറയുന്നത്. അപ്പോൾ ഓരോ സാധാരണക്കാരനും ഈ സിനിമ കാണുമ്പോഴത്തേക്കും ഇത് നമ്മുടെ സ്വന്തം കഥയാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ കഥയാണല്ലോ, അങ്ങനത്തെ ഒരു ഫീൽ ആളുകൾക്ക് കിട്ടുന്നുണ്ടാവും. അതിന്റെ സ്നേഹം നമ്മളോട് ആളുകൾ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ആ ഒരു സാധാരണക്കാരന്റെ സിനിമ എന്നുള്ളൊരു ഫീൽ അല്ല. ഇപ്പൊ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തന്നെ ഒരു പരിചയമില്ലാത്ത ആളുകളാണെങ്കിലും പടം കണ്ടിട്ട് സംസാരിക്കാൻ വരുമ്പോൾ നമുക്കറിയാം നമ്മളെ കൂട്ടുകാരെന്നുള്ള ആ ലൈനില് എല്ലാവർക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം തോന്നും. എല്ലാവർക്കും ഒരുപാട് പേര് അന്വേഷിച്ചു വരുന്നു, ഒരുപാട് പേര് ശരിക്കും സമൂഹത്തിലൊരു എന്താ പറയുക ഭയങ്കര ഫെമിലിയർ ആയി. ഇപ്പം എല്ലാവരും സാഹുവിനെ അന്വേഷിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു മൊമെന്റ് ശരിക്കും പണ്ട് സ്വപ്നം കണ്ടിരുന്നത് യാഥാർത്ഥ്യമായി അല്ലെ, ആ ഒരു ഫീൽ ഉണ്ട്. അതെ, അത് ഈ പറഞ്ഞ വാക്ക് തന്നെ കറക്റ്റ്. നമ്മൾ സ്വപ്നം കണ്ട കാര്യങ്ങളാണ്, അത് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്തോ എനിക്ക് അതിലൊന്നും സംശയമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വേറൊരു ട്രാക്കിലേക്ക് പോയിട്ടില്ല. പണ്ട് തുടങ്ങി നമ്മളെന്തായാലും ഇന്നലെ നാളെ സിനിമയിൽ വരുമല്ലോ, അങ്ങനെ ഒരു ധൈര്യത്തിലാണ് എൻ്റെ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ശരിയായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കണം, ഇതൊക്കെ ഇപ്പം ഇങ്ങനെ സംഭവിച്ചാണല്ലോ, ഞാനായിട്ടൊന്നും പ്ലാൻ ചെയ്തോ നമ്മളൊന്നും അതിനുവേണ്ടി ശ്രമിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, നായകരാകാൻ വേണ്ടിയിട്ടൊന്നും. ഇതൊക്കെ സംഭവിച്ചതാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ ഇതൊക്കെ സംഭവിച്ചതാണ്, നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. കാരണം പലർക്കും ഉള്ളൊരു ഇതാണ്, പലരും ആഗ്രഹിക്കും പക്ഷെ അതിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് അവർ ഡൈവേർട്ടഡ് ആയി പോകും. അത് മേ ബി സൊസൈറ്റി കാരണമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഡെഡിക്കേഷൻ്റെ കുറവുകൊണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ എത്തിപ്പെടണം എന്ന് ഉറപ്പുള്ളവർ ശരിക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ലൈഫ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുറച്ചും കൂടി ഹാർഡ് വർക്ക് കൂടും. അപ്പം അവരോടുള്ള ചേട്ടൻ്റെ ഒരു വേർഡ്സ് എന്താണ്? അല്ല, എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളല്ല, നമ്മുടെ സിനിമയാണ് പ്രേക്ഷകരുമായിട്ട് സംസാരിക്കേണ്ടതെന്നുള്ളൊരു നിലപാടാണ് എനിക്കുള്ളത്. ഭയങ്കര താത്വികമായിട്ട് പറയാൻ ഞാൻ ആളുമല്ലല്ലോ. അല്ല, നമ്മളിപ്പം ചേട്ടൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സിനിമയിൽ വന്നതെന്ന് ചേട്ടൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനതാ പറഞ്ഞത്. എനിക്ക് എന്താണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമ്മുടെ അധ്വാനത്തിൽ നമ്മൾ ചെയ്യേണ്ട പണിയിലൊരിക്കലും ഒരു കോംപ്രമൈസും ഒരു വിട്ടുവീഴ്ചയും ഒരു കാര്യത്തിലും ഇന്ന് വരെ വരുത്തിയിട്ടില്ല. അത് അങ്ങനെ ഇടവരല്ലേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഒരു കാര്യത്തിലും ഒരു ഉഴപ്പ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല. ഞാനും ബിബിനും ആ കാര്യത്തിൽ 100% നമ്മുടെ വർക്കിനോട് കമ്മിറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സിനിമ എഴുതുന്ന സമയത്താണെങ്കിൽ പോലും വേറെ എന്തെങ്കിലും ചെറിയ സ്റ്റേജ് ഷോയുടെ വർക്കും അത് ഇതൊക്കെ വരും. മീൻസ് നമുക്കല്ല, വേറെ ടീമിന് എഴുതി കൊടുക്കാനൊക്കെ ആയിട്ട് പെട്ടെന്ന് പൈസ കിട്ടുന്ന കാര്യം അതായിരിക്കും. പക്ഷെ അതിനു വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മുടങ്ങണതുകൊണ്ട് നമ്മളതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇതിനു വേണ്ടി തന്നെ ഇരിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ലോങ് റണ്ണിൽ നമുക്കത് ഗുണം ചെയ്യും എന്നുള്ളൊരു ബോധത്തോടു കൂടിയാണ് അത് ചെയ്യണത്. അപ്പം നമ്മൾ ഇങ്ങനെ കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ്റെ പ്രൊമോഷൻ വർക്കുകളുടെ ഭാഗമായുള്ള യാത്രകളിലാണ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. യെസ്, ഇവിടെ തന്നെയാണ്, ഒരു കുന്നിൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും ചേട്ടനെ നമുക്ക് പ്രൊമോഷന് പറഞ്ഞു വിട്ടിട്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി നടന്ന് കുറച്ച് നേരം, നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നേരം അടിച്ചു പൊളിക്കാം. ഞാൻ പോയിട്ട് വരാം. യെസ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദൈവത്തെ സ്റ്റാറിൽ ഇന്ന് നമ്മുടെ സ്റ്റാർ വിഷ്ണു ചേട്ടനായിരുന്നു. അപ്പോൾ വിഷ്ണു ചേട്ടൻ്റെ കൂടെയുള്ള ഈ ഒരു യാത്രകളും ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ടുള്ള ഇന്നത്തെ ഒരു ദിവസത്തെ നമ്മൾ അവസാനത്തെ ആക്ടിവിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ പറവൂരിലാണ്. അപ്പോൾ ചേട്ടനിപ്പോൾ ഇതേ പ്രോഗ്രാമിന് വേണ്ടി കയറി പറവൂരിലെ കേരളോത്സവം എന്ന് പറഞ്ഞ പരിപാടിയുടെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിഷ്ണു ചേട്ടൻ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങാറായി. സോ ലെറ്റ്സ് മൂവ്. വിഷ്ണു ചേട്ടൻ വീണ്ടും വന്നപ്പോൾ നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. വിഷ്ണു ചേട്ടൻ്റെ ദാസപ്പന്മാരാണ് ഇപ്പോൾ ഈ ഫ്രെയിമിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യണത്. അപ്പോൾ
അപ്പൊ ബിബിൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ നമുക്ക് കുറെ കേട്ടു, വില്ലൻ കഥാപാത്രമൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരാൻ റെഡി. അതിനെ ഞങ്ങള് വില്ലനാക്കിയതാണ്. ചെറിയ നൈറ്റിട്ട് വെച്ച ഒരാളെ തല്ലിക്കൊല്ലണത്. വളരെ സന്തോഷമല്ലേ ഇതൊക്കെ. അതെ. അപ്പൊ എന്തായാലും എന്താ പറയുക, സിനിമ അത്രയും സ്നേഹിച്ച് എല്ലാവരും സിനിമയിലേക്ക് തന്നെ വന്ന് ഞങ്ങൾക്ക് ഒരുപിടി നല്ല സിനിമകൾ തന്നതിന് ബിഗ് താങ്ക്സ് വിഷ്ണു ചേട്ടനും ബിബിൻ ചേട്ടനും എല്ലാവർക്കും. അപ്പൊ എല്ലാവരും ചേർന്ന് നമ്മുടെ വിഷ്ണു ചേട്ടന് വേണ്ടി എന്തെങ്കിലും ഒരു ഡെഡിക്കേറ്റ് ചെയ്യോ? മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തിൽ മായാ ഈ മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിരാസത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടി നാടൻ പാട്ട് പങ്കുത്തി കൊണ്ടാട്ടമാണിന്നേടാ മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിരാസത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടി സഹോ അപ്പോൾ താങ്ക് യു സോ മച്ച് നമുക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് തന്നതിന്. അപ്പോൾ എല്ലാവരും ചേർന്ന് നമുക്ക് വിഷ്ണു ചേട്ടന് ഒരു ബിഗ് കൺഗ്രാറ്റ്സ് പറയാണ്. വിഷ്ണു ചേട്ടനും ബിബിൻ ചേട്ടനും വില്ലൻ. നമുക്ക് ഇനി മറ്റേ പറവൂര് എത്തേണ്ടതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സമയം ഇല്ല, കയ്യിൽ പിടിച്ച് ഓടാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് സുഹൃത്തുക്കളെ കിട്ടിയ വെറുതെ വിടരുതല്ലോ എന്നാണല്ലോ നമ്മുടെ ശാസ്ത്രം. അതെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡേ വിത്ത് എ സ്റ്റാറിൻ്റെ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ആയി. ഇപ്പം 6 മണി കഴിഞ്ഞു. അപ്പം നമ്മളിപ്പം നമ്മുടെ യാത്ര ഏതാണ്ടൊക്കെ ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പറവൂരിലാണ്. പറവൂരിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എന്താ പറയുക, അടുത്ത ഒരു സ്റ്റാറിൻ്റെ ഒപ്പം ഉള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് എപ്പിസോഡ് അല്ലേ. നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ നമ്മുടെ സ്വന്തം വിഷ്ണു ചേട്ടൻ്റെ കൂടെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം മൊത്തം. ഒരുപാട് യാത്രകൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, വിഷ്ണു ചേട്ടൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തു, ആരാധകരുടെ എന്താ പറയുക സന്തോഷവും അങ്ങനെ ഒരുപാട് ഭാവങ്ങൾ ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ഇറ്റ് വാസ് എ വെരി ഫാബുലസ് ഡേ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. അപ്പോൾ അടുത്ത ഒരു നക്ഷത്രത്തിനോടൊപ്പം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സൈനിങ് ഓഫ്.